ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് കിണ്ണത്തപ്പം. അപ്പോൾ ഇതിൽ വേണ്ടത് 1 കപ്പ് വറുത്ത ഈ അപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടി, അപ്പം, ഇടിയപ്പം, പത്തിരി, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന പൊടി, പുട്ടുപൊടി ഉപയോഗിക്കരുത്. പിന്നെ 1.5 കപ്പ് ഒന്നാം പാല്, തേങ്ങയുടെ ഒന്നാം പാൽ 1.5 കപ്പ്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ഇവിടെ ഞാൻ അര കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തൊരു കുറച്ചൊരു ഉപ്പ്, ഒരു 1/4 കപ്പിൻ്റെ പകുതി മതി, അത്ര ഉപ്പ്. പിന്നെ ഈ ജീരകം ചേർക്കാവുന്നതാണ്, പക്ഷേ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇച്ചിരി കായപ്പൊടി വേണം. പിന്നെ അണ്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ പൊടി ഇതിലിടുക, പഞ്ചസാര ഇടുക, ഉപ്പ്. ഈ ഉപ്പ് യഥാർത്ഥത്തിൽ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്, അല്ലാതെ ഉപ്പിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് കിട്ടാൻ വേണ്ടിയില്ല. ഇതൊരു ചെറിയ മധുരമുള്ള ഒരു പലഹാരമാണ്. അതുപോലെ ഈ ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലിടുക. അണ്ടിപ്പരിപ്പ് നമുക്ക് പിന്നെ ഇടാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സിയിലിടുക. മിക്സിയിലിട്ടിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് അടിക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രൊസീജിയറിലോട്ട് കടക്കാം. അപ്പോൾ ഈ കൈ കൊണ്ട് ഇത് നമ്മൾ ഇതിൻ്റെ അകത്ത് വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾക്ക് ഈ വെള്ളയപ്പത്തിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ആകാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാര ഇതിലോട്ട്, പഞ്ചസാരയും ആ ഒരു നുള്ളു ഉപ്പും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഇടുക. ഇത് 1/2 കപ്പ് പഞ്ചസാര. ഇനി നമ്മളിത് 1 മിനിറ്റ് നേരം മിക്സിയിൽ ഇതൊന്ന് അടിക്കണം. ഈ ഏലക്കപ്പൊടിയും കൂടെ കിടക്കട്ടെ. മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഇനി 1 മിനിറ്റ് നേരം ഇതൊന്ന് അടിക്കുക. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞിട്ട് അത് ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റുക. എന്നിട്ട് ഇത് അരമണിക്കൂർ ശരിയാകാനായിട്ടൊന്ന് വെക്കുക. അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി നമ്മളിത് ഇതിലോട്ട് നോക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി സൂക്ഷ്മ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായി. ഇനി നമുക്ക് ഇത് ഈ പാത്രത്തിലോട്ട് ഒഴിക്കും. ഈ പാത്രം ഇച്ചിരി നെയ്യ് പുരട്ടിയതാണ്, എന്ന് പറഞ്ഞാൽ അത് വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് നടന്നു പോരാൻ വേണ്ടിയുള്ളതാണ്. അതിൽ ഈ ലെവൽ 1 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ ഇത് ഒഴിക്കാവുള്ളൂ. അതിൽ കൂടുതൽ തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. മാക്സിമം 1 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആവി കയറ്റി വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ അടിയിലത്തെ തട്ടിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്, ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ തട്ടിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ഒരു വശം പൊങ്ങി നിന്നു ഇരിക്കരുത്. പൊങ്ങി നിന്നു ഇരുന്ന് കഴിഞ്ഞാൽ അപ്പത്തിന് ഒരു വശം കട്ടി കൂടിപ്പോവും, ഒരു വശം കട്ടി കുറഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നാൽ അപ്പത്തിന് ഒരേ കട്ടി കിട്ടത്തുള്ളൂ. ഇനി വെള്ളം തിളച്ച് ആവി വന്നു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് എൻ്റെ മൂടി വെക്കും. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെന്താന്നൊന്ന് നോക്കാം. ഒരു സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് കുത്തി നോക്കുക. വെന്തിട്ടുണ്ട്.
അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ പിടിക്കും. അപ്പം ഇനി നമുക്കിത് ആറാനായിട്ട് വെക്കാം. നമുക്കിതൊന്ന് വെന്താന്ന് നോക്കാം. വെന്താന്ന് നോക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു വെച്ചൊന്ന് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുക, എന്നിട്ട് ആറാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയായി. ഈ റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.